നാളെ വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 4 ഗ്ലാസ് പച്ചരി കുതിർത്തി വെച്ചാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാനായിട്ട് അടിക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ഞാനിപ്പോൾ ഏലക്കായ പഞ്ചസാര ഇട്ട് പൊടിച്ച് വെച്ചാണ്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് പൊടിച്ച് നൈസായിട്ട് വെച്ചാണ്. ബാക്കി ഇതിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം നമുക്ക് അടിച്ചെടുക്കാം. അത് അത്ര വലിയ ജാറല്ല, അപ്പോൾ അതിനനുസരിച്ച് വേണം അടിക്കാൻ. ഞാൻ കുറേശ്ശെ അടിക്കുന്നുണ്ട്. അരിയിട്ട് ഇപ്പോൾ ഇതൊരു കിലോ അരിയായ കാരണം എനിക്കൊരു നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനപ്പോൾ ഒരു കുറേശ്ശായിട്ട് നമുക്ക് അരിക്കിടാം. പിന്നെ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാളികേരം വെള്ളം, ഇപ്പോൾ ഈ നാളികേരം ഉടച്ചപ്പോൾ ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നാളികേരം ഒഴിക്കും. നമ്മളത് എടുത്തു വെച്ചതൊന്നുമല്ല, സാധാ നാളികേരം വെള്ളം എടുത്ത് വെച്ചു. ഇതിൽ ഞാനൊരു നാളികേരം വെള്ളമൊക്കെ ഉള്ള കാരണം വലിയ ഈസ്റ്റിൻ്റെ ആവശ്യം വരില്ല. ഒരു ചെറിയ സ്പൂൺ ഇതിൻ്റെ പകുതി എടുത്തിട്ടോ ഇതിൽ പഞ്ചസാര ഇട്ടിട്ട് ഞാൻ ആക്കി വെച്ചാണ് അതിലേക്ക് ഒഴിക്കാനുള്ളത്. വെള്ളം അധികം ഒഴിച്ചടിക്കരുത്, കാരണം നമുക്ക് ഈ വെള്ളം തന്നെ എടുക്കാം. നമുക്ക് അടിച്ചു വരാം. നൈസായിട്ട് അടിച്ചു വന്നിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ്. അത് ഞാൻ എനിക്ക് ഒഴിക്കാണ്. തരിയൊന്നുമില്ലാതെ അടിക്കണം. അതിന് വെള്ളം പാകത്തിന് ഒഴിക്കണം. നമ്മൾ വല്ലാണ്ട് ഇതായ അരി അങ്ങനെ കെടുക്കും. നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കാം. ജാറ് അത്ര വലിപ്പില്ലാത്ത കാരണം അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാം. എന്ത് പറഞ്ഞാൽ ഞാൻ അത് എടുക്കാൻ പോകണം. ഞാനിപ്പോൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ജാറാണ് എടുക്കുന്നത്. ഇതേപോലെ എടുക്കാം. പിന്നെ ചോറ് ഇതേപോലെ എടുക്കാം. ഒരു സ്റ്റെപ്പ് കൂടി അടിക്കാനുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് എടുക്കണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് അടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അടിക്കാൻ വയ്ക്കാം. നല്ല നൈസായിട്ട് അടിക്കണം, നല്ല വട്ടപ്പം വരണോ. അടിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത 3ാമത്തെ സ്റ്റെപ്പ് ഇടാം. മൂന്നാമത്തെ അടിച്ച് വന്നിട്ട് ഇതിൽ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് 1 കിലോയ്ക്ക് കേട്ടോ. അധികം വേണ്ട, കാരണം ഇത് ചിക്കൻ കൂട്ടി തിന്നാനുള്ളതാണ്. അധികം വേണ്ട. ഇനി നമ്മൾ നന്നായി ഒരു തവി വേശി ഇളക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇതിലും കുറയാൻ പാടില്ല, വെള്ളം പോലെ ആകാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ നന്നായി ഇളക്കിയായിട്ട് ബബിൾസൊക്കെ കളയണം. അപ്പോൾ നമ്മൾ വീർക്കുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര നൈസായിട്ട് നമ്മൾ അരയ്ക്കും വേണം. പിന്നെ കുറച്ച് നേരം ഞാൻ കാലത്തിട്ടിട്ട് ഇപ്പോഴും അരയ്ക്കണം. 6 മണി 6:30. അപ്പോൾ അതിനൊക്കെ അരയ്ക്കണം. ഒത്തിരി നേരം ഞാൻ വെള്ളത്തിലിടും. ഈ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ തുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ബാക്കി നാളികേരം വെള്ളമാണ് ചേർത്തത്. 1 കിലോ അരിക്ക് നന്നായി വീർക്കുന്നത്. കുറയാം നാളികേരം വെള്ളം ഉണ്ടല്ലോ, പിന്നെ പഞ്ചസാര കൂടി ആകുമ്പോൾ അത് അതിനൊരു പിന്നെ ഒരു തടി ഈസ്റ്റ് മതി. കുറേ ഈസ്റ്റൊന്നും ഇതിൻ്റെ കാര്യമില്ല. നമുക്കിത് മൂടി വെച്ച് നന്നായി ഇളക്കണം. ഇങ്ങനെ ഇളക്കിയിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 4 മണിക്കൂറാകുമ്പോഴേക്കും വീർക്കും. ഇല്ലെങ്കിൽ തന്നെ ഒരു 6 മണിക്കൂർ ഇതൊക്കെ ഇല്ല. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഉണ്ടാക്കാം. ഓക്കെ, വട്ടയപ്പം.
ഇതാണ് നമ്മൾ ഇന്നലെ കലക്കി വെച്ച അട്ടയപ്പത്തിൻ്റെ മാവ്. അത് നന്നായി ഇതായി വന്നിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് തീ ഇളക്കണ്ട, മുകളിൽ നിന്ന് വെച്ച് നമുക്ക് വെള്ള അട്ടയപ്പം ചുട്ടെടുക്കാം. ഒഴിക്കുക. വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്കിടാം. അടിച്ചേക്ക്. അട്ടയപ്പമായി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത് വയ്ക്കാം. എന്താണ് ഞാൻ ഉണ്ടാക്കിയ അട്ടയപ്പം? വളരെ സോഫ്റ്റാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ഇതിൽ ഞാനൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുള്ള 4 ഗ്ലാസ് അരി, നാളികേര വെള്ളമാണ് അധികം. നാളികേര വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. നാളികേരം ഒരെണ്ണം, 4 ഗ്ലാസ് അരി, പഞ്ചസാര, ഉപ്പ് ഇതും ചേർത്തുണ്ടാക്കിയതാണ്. പക്ഷെ വളരെ സോഫ്റ്റാണ്. മിനിമം ഒരു ചെറിയ സ്പൂണെങ്കിലും ഇടേണ്ടതാണ് ഈസ്റ്റ്. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. അതിന് പകരം ഞാൻ നാളികേര വെള്ളമാണ് ഒഴിച്ചത്. ഒരു തരി വീർത്താതിരുന്നാലോ എന്നുള്ള സംശയത്തിൻ്റെ പുറത്ത് ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റാണ് ഇട്ടത്. എന്നാലും വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുള്ള സ്ഥലത്തൊക്കെ ഈസ്റ്റിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയ്ക്കാം. നല്ല അട്ടയപ്പമായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.